കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്ത ഒരു പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയ കേന്ദ്രമന്ത്രി എസ് ജയശങ്കറിന് നേരെ ഖാലിസ്ഥാൻവാദികളുടെ വലിയ പ്രതിഷേധമുണ്ടായത്. എസ് ജയശങ്കർ സഞ്ചരിക്കുന്ന വാഹന വ്യൂഹത്തിന് നേരെ ഖാലിസ്ഥാൻ പ്രക്ഷോഭകാരികൾ ചാടി വീഴുകയായിരുന്നു. ഭാരതത്തിൻ്റെ പതാക വലിച്ചു കീറി, വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചു. അതേസമയം ഇതിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന ആശങ്കയാണ് ഇന്ത്യ ഇപ്പോൾ ഉയർത്തുന്നത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ ഉണ്ടായ സുരക്ഷാ പാളിച്ച സംബന്ധിച്ച് ബ്രിട്ടൻ വിശദീകരണം നൽകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നു. എസ് ജയശങ്കറിനെതിരെ ആക്രമണത്തിന് മുതിർന്ന ഖാലിസ്ഥാൻ ഭീകരന്മാർക്ക് നേരെ അല്ലെങ്കിൽ ഖാലിസ്ഥാൻവാദികൾക്ക് നേരെ അടിയന്തരമായി നടപടിയെടുക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകുമെന്നുള്ള സൂചനയാണ് ഇന്ത്യ ഇപ്പോൾ നൽകുന്നത്. ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി മറ്റൊരു രാജ്യത്തേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷയായിരിക്കും ഒരുക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഈ സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സാമാന്യമായി ഉണ്ടാകേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും ആ ഭാഗത്തുണ്ടാക്കിയിട്ടില്ല. ലണ്ടനിലെ ഒരു പ്രധാനപ്പെട്ട മന്ദിരത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും ചില ഉദ്യോഗസ്ഥരുമായി ആ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പോൾ തന്നെ റോഡിൻ്റെ മറുഭാഗത്ത് ഖാലിസ്ഥാൻവാദികൾ വലിയ രീതിയിൽ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. ഇന്ത്യയുടെ പതാക കയ്യിലുണ്ട്, ഖാലിസ്ഥാൻ പതാക കയ്യിലുണ്ട്. ഈ സമയത്തൊക്കെ തന്നെ ഒന്നോ രണ്ടോ പോലീസുകാർ മാത്രമാണ് ആ ഭാഗത്ത് നിൽക്കുന്നത്. അവരൊന്നും തന്നെ ഈ പ്രക്ഷോഭകാരികളെയോ ഈ മുദ്രാവാക്യം വിളിക്കുന്നവരെയോ ഒരു തരത്തിലും തടയാൻ ശ്രമിക്കുന്നില്ല. ഇതിനുശേഷം കാറിൽ കയറുന്ന ജയശങ്കറിൻ്റെ കൂടെയുള്ള അകമ്പടി വാഹനവും മുന്നോട്ട് നീങ്ങുന്നതിനിടെ യാതൊരു തരത്തിലുള്ള പ്രതിരോധവുമില്ലാതെ നിൽക്കുന്ന ഈ സമരക്കാർ ഓടി എസ് ജയശങ്കറിൻ്റെ വാഹനത്തിന് മുന്നിലേക്ക് എത്തുകയാണ്. ആ സമയത്താണ് ഒന്ന് രണ്ട് പോലീസുകാർ ഇടപെട്ട് ആ പ്രക്ഷോഭകാരികളെ പുറകേക്ക് തള്ളുന്നത്. അപ്പോഴും സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളരെ സൗമ്യമായിട്ടാണ് ഈ ഖാലിസ്ഥാൻവാദികളോട് ഈ പോലീസ് പെരുമാറുന്നത്. ഇതിൽ നിന്ന് തന്നെ ഒരു ഗൂഢാലോചന മണക്കുന്നു എന്നാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴത്തെ ആരോപണം. ഒരു തരത്തിലും ഒരു പ്രതിരോധമോ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളോ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്ക് വേണ്ടി ആ സമയത്ത് അവിടെ ചെയ്തിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് വ്യക്തവുമാണ്. അനേകം പോലീസുകാർ ഉണ്ടായിരിക്കുന്നിടത്ത് ഒന്നോ രണ്ടോ പോലീസുകാർ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർ വളരെ ദൂരെയായിരുന്നു. അതിനുശേഷവും ഈ പ്രക്ഷോഭകാരികളോട് കുശലം പറഞ്ഞ് ചിരിക്കുന്ന പോലീസുകാരെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പിന്നീട് ഈ പ്രക്ഷോഭകാരികൾ ഇന്ത്യയുടെ ദേശീയ പതാക വലിച്ചു കീറുന്ന ദൃശ്യങ്ങളും ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ എത്രമാത്രം ധാർഷ്ട്യത്തോടു കൂടിയാണ് ഈ പ്രക്ഷോഭകാരികൾ പെരുമാറിയത്. ഇവർക്ക് ഈ ഭാഗത്ത് നിന്ന് ഈ പ്രദേശത്ത് നിന്ന് മുദ്രാവാക്യം വിളിക്കാനുള്ള അനുമതി നൽകിയത് തന്നെ തെറ്റ്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് തൊട്ടു മുന്നിലേക്ക് ചാടാനും ആ വാഹനത്തിന് മുന്നിൽ പ്രക്ഷോഭം നടത്താനും അവിടെ മുദ്രാവാക്യം വിളിക്കാനുമുള്ള അനുമതി നൽകിയത് ഏറ്റവും പ്രധാനമായ ഏറ്റവും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് ഇന്ത്യ പറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതം ആ സമയത്തുണ്ടായിരുന്നുവെങ്കിൽ ഇതാണ് ഇന്ത്യ ചോദിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്ര സുഗമമല്ല. അതൊക്കെ ഒന്ന് പരിഹരിക്കണമെന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ബ്രിട്ടനിലേക്ക് എത്തുന്നതും വിവിധ പരിപാടികളിൽ അവിടെ പങ്കെടുക്കുന്നതും. എന്നാൽ ആ പരിപാടിക്കിടയിലാണ് ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്ന് ഇത്രത്തോളം വലിയ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ കൃത്യമായ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ ഇന്ത്യ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ആശങ്ക അറിയിച്ചിരിക്കുന്നു. അടിയന്തരമായി ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ഇന്ത്യ ചോദിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്കെതിരെ പ്രക്ഷോഭം നയിച്ച ഖാലിസ്ഥാൻവാദികൾക്ക് നേരെ കർശനമായ നടപടിയെടുക്കണം, കർശനമായ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണം. ഇതാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം UK-യും കാനഡയും അമേരിക്കയും ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഖാലിസ്ഥാൻവാദികളുടെ വലിയ വളക്കൂറുള്ള മണ്ണാണ്, പ്രത്യേകിച്ച് കാനഡയും UK-യും. എന്നാൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം അത്രത്തോളമൊന്നും അതിന് വേരോട്ടമില്ല. എന്നിട്ടും ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ വേദിയിൽ തന്നെ ഈ ഖാലിസ്ഥാൻവാദികളുടെ വലിയ ഒരു പ്രകടനമുണ്ടായിരുന്നു. ട്രംപിൻ്റെ ആ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് ഖാലിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുകയായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഖാലിസ്ഥാൻവാദി നേതാവ്. അപ്പോൾ ഇതിനെ തന്നെ ട്രംപ് ഗൗരവമായി സ്വീകരിച്ചു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആ പരിപാടിയിലും സന്നിഹിതനായിരുന്നു. ഇപ്പോൾ ഇതാ
UK-യിൽ വെച്ച്, ലണ്ടനിൽ വെച്ച് ഇത്തരമൊരു ദുരനുഭവം, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയെ ആക്രമിക്കാനുള്ള ശ്രമം, അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിന് മുന്നിൽ ചാടിക്കൊണ്ട് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ആ വാഹനത്തിനെ ആക്രമിക്കാനുള്ള ശ്രമം, എന്നിട്ടും അതിനെ തടുക്കാൻ ബ്രിട്ടീഷ് പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളത് നാണക്കേട് തന്നെയാണ്. അതോ ബോധപൂർവമായ അട്ടിമറിയുടെ ഭാഗമാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ത്യ വളരെ ശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു. അടിയന്തരമായി ഇക്കാര്യത്തിൽ ബ്രിട്ടൻ്റെ മറുപടി ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇല്ലാത്ത പക്ഷം ബ്രിട്ടനുമായുള്ള സൗഹൃദങ്ങൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.